നമസ്തേ. ഇനി രണ്ടാമത്തെ ഗ്രന്ഥിയാണ് കേട്ടോ, വിഷ്ണുഗ്രന്ഥി. ഇവിടെ എങ്ങനെ അറിയോ? അപ്പോൾ ഓരോ ഗ്രന്ഥികളും ഓരോ ലെവലാട്ടോ. അപ്പോൾ ആദ്യത്തെ ഗ്രന്ഥി പറഞ്ഞാൽ മനസ്സിലായി. ഇവിടെ രണ്ടാമത്തെ ഗ്രന്ഥി ആകുമ്പോഴേക്കും നമ്മൾ നെക്സ്റ്റ് ലെവലാവും. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോകണം. ആദ്യം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ പൈസ ഉണ്ടാക്കുക. പിന്നെ ഒരു വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് ക്യാഷൊക്കെ വന്ന് സേവിങ്സൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വീട് വയ്ക്കാൻ നോക്കും. അങ്ങനെ ഓരോ കാറ് വാങ്ങാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റെബിലിറ്റി ആകും അല്ലേ. അങ്ങനെയുള്ള ആ ഒരു തലമാണ് വിഷ്ണുഗ്രന്ഥി എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ആരാണെന്ന് നമ്മൾ തന്നെ കരുതുന്നത്, അതുപോലെ നമ്മൾ ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ പ്രതിച്ഛായ, ഐഡൻറ്റിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ സ്റ്റെബിലിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അംഗീകാരമൊക്കെ തരില്ലേ. പക്ഷേ ഇത് നമ്മുടെ വളർച്ചയായിട്ടല്ലേ നമ്മൾ വിചാരിക്കുന്നത്. ആക്ച്വലി ഇത് നമുക്ക് വളർച്ചയല്ല. ഇതിൻ്റെ ഉള്ളിലും ഒരു ട്രാപ്പ് കിടക്കുന്നുണ്ട്. ഈ ട്രാപ്പിൽ പെടാതെ നമുക്ക് എങ്ങനെ പോവാമെന്ന് വെച്ചാൽ നിസ്വാർത്ഥമായിട്ട് ഓരോന്ന് ചെയ്യുക. എന്ത് ചെയ്യുമ്പോഴും എനിക്കത് കിട്ടുമല്ലോ, അല്ലെങ്കിൽ അവരെനിക്കത്, ഇപ്പം ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവരെനിക്ക് പിന്നീട് ഇത് ചെയ്ത് തരുമല്ലോ, ആ ഒരു ചിന്തയില്ലാതെ നമ്മൾ ചെയ്യും. പിന്നെ ഒന്നും സ്വന്തമാക്കാതെ തന്നെ അതിനെ സ്നേഹിക്കാൻ കഴിയണം. ഇതെനിക്ക് വേണം എന്നുള്ള രീതിയിൽ സ്നേഹിക്കാതെ നിസ്വാർത്ഥമായിട്ട് അങ്ങ് സ്നേഹിക്കുക. പിന്നെ അംഗീകാരമൊക്കെ കിട്ടില്ലേ. ഇപ്പോൾ അംഗീകാരം അല്ലെങ്കിൽ എന്താ പറയുക, ഓരോ റെസ്പോൺസിബിലിറ്റി തരുമ്പോൾ അത് അഹംഭാവം ഇല്ലാതെ ചെയ്ത് കാണും. അഹങ്കാരം, വാശി, അതൊന്നും ഇല്ലാതെ നമ്മളെങ്ങനെയാണോ നമ്മളെ സ്നേഹിക്കുന്നത് അതുപോലെ മറ്റുള്ളവരെയും സ്നേഹിച്ചിട്ട് ഒരു വേർതിരിവും ഇല്ലാതെ ചെയ്യുന്ന കാര്യത്തെ വിശ്വസിച്ചിട്ട് കൃത്യമായി ചെയ്തു പോയി കഴിഞ്ഞാൽ മതി. ആ ട്രാപ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഇന്ന് ഞാൻ പങ്കുവച്ചതിൽ എന്തെങ്കിലും തെറ്റോ തിരുത്താനോ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് വഴി എന്നെ അറിയിക്കുക. നമുക്ക് അറിവിനെ വളർത്തിയെടുക്കാം. നന്ദി.